നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഇളവിൽ തെളിയുന്ന കളവ്. തടവുകാരുടെ ശിക്ഷ ഇളവിന് ശുപാർശ നൽകിയത് ആരെന്ന തർക്കത്തിൽ CPM-ഉം കോൺഗ്രസും. പട്ടികയിൽ TP കേസ് പ്രതികളും ഉൾപ്പെട്ടതായി വിവരം പുറത്തു വന്നതിന് പിന്നാലെ ആദ്യം ശുപാർശ നൽകിയത് UDF സർക്കാരിന്റെ കാലത്തെന്ന വാദവുമായി ഇടതു നേതാക്കൾ. TP കേസിലെ 2 പ്രതികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഈ സർക്കാർ ചെയ്തതെന്നും വിശദീകരണം. ശിക്ഷ ഇളവിന് അനുമതി തേടി ജയിൽ വകുപ്പ് ഗവർണർക്ക് നൽകിയത് 2262 പേരുടെ പട്ടിക. വിവരം ആദ്യം പുറത്തു വന്നത് സുപ്രീം കോടതി വ്യവസ്ഥകൾ പാലിച്ചില്ലെന്ന് കാണിച്ച് ഗവർണർ ഫയൽ തിരിച്ചയച്ചതോടെ. കൊടും കുറ്റവാളികളെ ഒഴിവാക്കി പിന്നീട് തയ്യാറാക്കിയ 1850 പേരുടെ പട്ടികയിലാണ് TP കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ളവരുടെ പേര്. നിയമസഭയിലും പുറത്തും ഇക്കാര്യം നിഷേധിച്ച് മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയായത് കഴിഞ്ഞ ദിവസം വിവരാവകാശ നിയമപ്രകാരം ജയിൽ വകുപ്പ് നൽകിയ മറുപടി. TP കേസിലെ പ്രതികൾക്ക് പുറമെ ചന്ദ്രബോസ് വധക്കേസ്, കല്ലുവാതുക്കൾ മദ്യദുരന്ത കേസ്, കാരണവർ വധക്കേസ് പ്രതികളും ശിക്ഷ ഇളവിനായി സർക്കാർ തയ്യാറാക്കിയ പട്ടികയിൽ. എന്നാൽ ആദ്യം ശുപാർശ നൽകിയത് UDF സർക്കാരിന്റെ കാലത്തെന്ന വാദം തള്ളി മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അത്തരമൊരു പട്ടിക തയ്യാറാക്കുകയോ മുൻ സർക്കാർ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ നേരത്തെ പറഞ്ഞ മറുപടിയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടെന്നും രമേശ്. നീതിക്കായി മഹിജ. സ്വാശ്രയ കോളേജുകൾക്കെതിരെ ഹർജിയുമായി ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജ സുപ്രീം കോടതി. കോളേജുകളിലെ ഇടിമുറികൾ നിരോധിക്കണമെന്ന ആവശ്യം. സ്വാശ്രയ കോളേജുകൾ വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തുന്ന തടവറകളെന്നും മഹിജ സമർപ്പിച്ച ഹർജിയിൽ പരാമർശം. ജിഷ്ണു കേസിൽ പ്രതിയായ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P. കൃഷ്ണദാസിന് ഹൈക്കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന് മഹിജ. കൃഷ്ണദാസ് കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. അഴിമതിക്കെതിരെ പ്രതികരിക്കുന്നവരെ കോളേജ് അധികൃതർ ഇടിമുറികളിൽ എത്തിക്കുന്നു. ജിഷ്ണുവിന് സംഭവിച്ചത് ഇനിയൊരു കുട്ടിക്കും സംഭവിക്കാതിരിക്കണമെന്നും ഹർജിയിൽ മഹിജ. കുണ്ടറയിൽ പുനരന്വേഷണം. കുണ്ടറയിൽ 6 വർഷം മുമ്പ് 14കാരൻ മരിച്ച കേസ് ആദ്യം മുതൽ വീണ്ടും അന്വേഷിക്കണമെന്ന് കൊട്ടാരക്കര DYSPയുടെ റിപ്പോർട്ട്. പീഡന കേസിൽ അറസ്റ്റിലായ വിക്ടർ പ്രതിയായ ഈ സംഭവത്തിൽ പ്രതിക്ക് കുണ്ടറ പോലീസിൽ ഉണ്ടായിരുന്ന സ്വാധീനമാണ് കേസ് അട്ടിമറിക്കപ്പെടാൻ കാരണമെന്നും അന്വേഷണ റിപ്പോർട്ട്. കുണ്ടറയിൽ പീഡനത്തെ തുടർന്ന് 10 വയസ്സുകാരി മരിച്ച കേസിൽ കുട്ടിയുടെ അപ്പൂപ്പനായ വിക്ടർ പിടിയിലായത് 5 ദിവസം മുൻപ്. വിക്ടറും മകനും ചേർന്ന് 2010-ൽ തന്റെ മകനെ കൊലപ്പെടുത്തിയെന്ന പരാതിയുമായി വീട്ടമ്മ പോലീസിനെ സമീപിച്ചത് അതിനു തൊട്ടു പിന്നാലെ. തന്റെ മകളെ വിക്ടർ അനാശാസ്യത്തിന് പ്രേരിപ്പിച്ചിരുന്നതായും അമ്മയുടെ മൊഴി. വിക്ടറിനെതിരെ കൊലക്കുറ്റം ആരോപിക്കുന്ന വീട്ടമ്മയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന കണ്ടെത്തലിൽ അന്വേഷണ സംഘം. ഇതേ തുടർന്നാണ് കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന ശുപാർശയോടെ കൊട്ടാരക്കര DYSPയുടെ റിപ്പോർട്ട്. അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം ഇന്ന് കൊല്ലം റൂറൽ SPക്ക് സമർപ്പിക്കും. മാഡം എത്തി, ഇനി കമാൻഡ്. അമേരിക്കയിലെ വിദഗ്ധ ചികിത്സ പൂർത്തിയാക്കി സോണിയാഗാന്ധി മടങ്ങിയെത്തിയതോടെ KPCC അധ്യക്ഷ പദവിയിൽ ചർച്ചകളുമായി ഹൈക്കമാൻഡ്. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായും AK ആന്റണിയുമായും സോണിയ ഇന്ന് ചർച്ച നടത്തും. VM സുധീരന്റെ രാജിക്ക് ശേഷമുള്ള പാർട്ടി സാഹചര്യങ്ങൾ വാസ്നിക് വിശദീകരിക്കും. റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് മുകുൾ വാസ്നിക് ഉമ്മൻചാണ്ടിയുമായും രമേശുമായും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെങ്കിലും തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് വരട്ടെ എന്ന നിലപാടിൽ ഇരു നേതാക്കളും. പുതിയ അധ്യക്ഷനെ നിയോഗിക്കുമോ അതോ താൽക്കാലിക ചുമതലക്കാരനെ നിശ്ചയിക്കുമോ എന്ന കാര്യം അവ്യക്തം. VM സുധീരന്റെ അപ്രതീക്ഷിത രാജിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CR മഹേഷ് പാർട്ടി വിട്ടതിന്റെയും ആഘാതത്തിൽ കോൺഗ്രസ്. തിരിച്ചടികൾക്ക് പുറകെ നാണക്കേടായി കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടായ KSU ഏറ്റുമുട്ടൽ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.